നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള PSC വഴി തന്നെയാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേരള PSC പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് കേരള PSC ഡിസംബർ 31 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 3/2/2021, അതായത് ഫെബ്രുവരി 3 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കാറ്റഗറി നമ്പർ 498/2020 ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിലവിൽ നിയമനം നടത്തുവാൻ പോകുന്നത്. പോസ്റ്റിന്റെ പേര് ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്കാണ് നിലവിൽ നിയമനം നടത്തുവാൻ പോകുന്നത്. 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് ഈ പറയുന്ന വർക്ക് സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ട്. അപ്പോൾ എന്തായാലും കാറ്റഗറി നമ്പർ 498/2020 ആണ്. കേരള PSC തുളസി എന്ന വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. എന്തായാലും കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്പർ ഓഫ് വാക്കൻസീസ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വാക്കൻസീസ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 6 ഒഴിവുകൾ, ആലപ്പുഴ ജില്ലയിൽ 2 ഒഴിവുകൾ, കോട്ടയം ജില്ലയിൽ 1 ഒഴിവ്, തൃശ്ശൂർ ജില്ലയിൽ 1 ഒഴിവ്, വയനാട് ജില്ലയിൽ 1 ഒഴിവ്, മലപ്പുറം ജില്ലയിൽ 2 ഒഴിവുകൾ, കണ്ണൂർ ജില്ലയിൽ 1 ഒഴിവ്. അത്തരത്തിലാണ് ഒഴിവുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ 14 ഒഴിവുകളാണ് ഈ പറയുന്ന വർക്ക് സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിനുള്ളത്. കേരളത്തിലെ ഓരോ ജില്ലകളിലുമായിട്ടുള്ള ഒഴിവുകൾ നൽകിയത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയതിന് ശേഷം ഈ ഒരു എത്രത്തോളം ഒഴിവുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അതാത് ജില്ലകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കേരള PSC ലോഗിൻ ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുവാൻ കഴിയുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷിക്കുക. അതായത് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഓരോ ജില്ലയ്ക്കും വേണ്ടി അവർ പുറപ്പെടുവിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനുശേഷം ആ ഒരു കാര്യം നിങ്ങൾ അതിൽ സെലക്ട് ചെയ്ത് നൽകുക. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. SC ST OBC കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ലഭിക്കും. 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാസ് ഇൻ SSLC പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന 4 വ്യത്യസ്ത യോഗ്യതകൾ, അതായത് ഈ പറയുന്ന 4 യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു യോഗ്യതയുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ യോഗ്യതയായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവർ KGT MGT ആൻഡ് പാസ് ഇൻ എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ് ഓഫ് KGT MGT. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ലോവർ, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ലോവർ, എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ് ലോവർ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ലോവർ, മെൻസുറേഷൻ ലോവർ തുടങ്ങിയിട്ടുള്ള സെക്ഷനുകളിൽ KGT അല്ലെങ്കിൽ MGT കഴിഞ്ഞ ആളുകൾക്ക് സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവർ KGT അല്ലെങ്കിൽ MGT പാസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 2 ക്വാളിഫിക്കേഷൻ കൂടി അവർക്ക് ഉണ്ടാവണം. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷനിൽ ലോവർ, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ലോവർ, എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ് ലോവർ, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ലോവർ, മെൻസുറേഷൻ ലോവർ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന 5 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം കൂടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇനി അതല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സർവേയിങ് ആൻഡ് ലെവലിംഗിൽ KGT അല്ലെങ്കിൽ MGT കഴിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതായത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ സർവേയർ ട്രേഡ് അണ്ടർ ദ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം. അപ്പോൾ ഈ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് എംപ്ലോയ്മെന്റ് ഇൻ സർവേ ട്രേഡിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ പറയുന്ന ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീമിന് അണ്ടറിൽ വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ഇവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന 2 ക്വാളിഫിക്കേഷനുകൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടിയുള്ള ആളുകൾക്കാണെങ്കിലും അപേക്ഷിക്കാം. അതായത് ITI ഡ്രാഫ്റ്റ്സ്മാൻ സർട്ടിഫിക്കറ്റ് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ. അപ്പോൾ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ട്രേഡിൽ ITI ഡ്രാഫ്റ്റ്സ്മാൻ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന വർക്ക് സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്
അപേക്ഷിക്കാവുന്നതാണ്. ഇനി ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ല എങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് awarded by the Kerala Agriculture University or its equivalent recognized by the Kerala Agriculture University with a period not less than 2 years. അപ്പോൾ 2 വർഷത്തിൽ കുറയാത്ത പീരീഡിൽ നേടിയെടുത്ത ഈ പറയുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അതായത് awarded by the Kerala Agriculture University or its equivalent എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള ഇതിന് ഈക്വലൻ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാം. അതായത് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് ആണ്. 2 വർഷത്തിൽ കുറയാത്ത ഒരു കോഴ്സ് ആയിരിക്കണം. അത് മാത്രമല്ല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തൊരു കോഴ്സും ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ 4 ക്വാളിഫിക്കേഷനുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. SSLCയോടൊപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം. ITI ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോഴ്സ് ITI ഡ്രാഫ്റ്റ്സ്മാൻ സർട്ടിഫിക്കറ്റ് സിവിൽ ആൻഡ് മെക്കാനിക്കലിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ITI കഴിഞ്ഞ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവ് തന്നെയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ ഓഫ് റീസെറ്റിൽമെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇൻ സർവേ ട്രേഡ് അണ്ടർ ദ ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം എന്നാണ് നൽകിയത്. അപ്പോൾ ഈ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന സർവേയിങ് ആൻഡ് ലെവലിംഗിൽ ഈ പറയുന്ന KGT MGT ലോവർ നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതായത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, മെൻസുറേഷൻ തുടങ്ങിയിട്ടുള്ള 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഈ പറയുന്ന KGT അല്ലെങ്കിൽ MGT ലോവർ സർവേയിങ് ആൻഡ് ലെവലിംഗിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും അവസാന തീയതിക്ക് മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഫെബ്രുവരി 3 ആണ് അവസാന തീയതി. ഫെബ്രുവരി 3 2021 ഫെബ്രുവരി 3 മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ബുധനാഴ്ചയാണ് ആ ഒരു ദിവസം. ബുധനാഴ്ച അന്നേ ദിവസം രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകളുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, വയനാട്, മലപ്പുറം, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളിലാണ് നിലവിൽ ഒഴിവുള്ളത്. അപ്പോൾ എന്തായാലും ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കേരള PSCയുടെ ഈ ഒരു കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അതുകൊണ്ട് യോഗ്യരായുള്ള ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.